ആരും കുശുമന്മാരും കുരിഷ്ടന്മാരും നിന്നിട്ട് കുത്തി പറഞ്ഞിട്ട് തല കുത്തി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. 100 കോടി ഈ ആഴ്ച കൂടെ അടിക്കും. അപ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. എൻ്റെ ഫ്രണ്ട് പിൻഡോനും അതുപോലെ വേറെ മറ്റൊരു ഫ്രണ്ട് ഗൾഫിൽ നിന്നും വന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ആളും കൂടി വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എപ്പോഴും നമ്മൾ 52 കോടി അടിച്ച് സന്തോഷത്തിലാണ്. ഇപ്പോൾ 52 കോടി ഒന്നുമല്ല, എന്തായാലും നമ്മുടെ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ ദുൽഖറിൻ്റെ കമ്പനി കുറച്ചിട്ടേ പറയുള്ളൂ. എന്നാലും നമ്മൾ അങ്ങനെ ആയിക്കോട്ടെ. മറ്റുള്ളവരെ തള്ളാൻ ഇവർക്ക് അറിയില്ല, മമ്മൂട്ടിക്ക് അറിയില്ല, മോനും അറിയില്ല തള്ളാൻ. ഇവർക്ക് കുറച്ചും കൂടി തള്ളാം നിങ്ങൾക്ക്. എന്തൊരു 70-80 എന്നൊക്കെ പറഞ്ഞുകൂടെ? ഞാനഞ്ച് പറയും. ഇവരെന്താ പറയാത്തത് എനിക്കറിയില്ല. ലാലപ്പൻ്റെ ടീമാണെങ്കിൽ ഇപ്പം 100 കോടി ആയാണ്. മമ്മൂക്കയുടെ ആൾക്കാർക്ക് തള്ളാൻ അറിയില്ല. എങ്കിലും പോട്ടെ, 52 ഓക്കെ. ഹായ് ദാസേട്ടാ, ടർബോ ദാസേട്ടാ. നിങ്ങൾ ശരിക്കും ഒരു ടർബോ തന്നെയാട്ടാ. കാരണം മമ്മൂട്ടിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ മരിക്കണ കാണുമ്പോൾ ഞാൻ മറ്റൊരു ഫാനിനെയും ഇങ്ങനെ കണ്ടിട്ടില്ലേ. മമ്മൂട്ടിക്ക് വേണ്ടി ഇത്രയധികം ആവേശത്തോടെയുള്ള ഒരുപാട് ആരാധകരുണ്ടായിരിക്കാം. പക്ഷേ ടർബോ ദാസേട്ടൻ അതിനൊക്കെ വ്യത്യസ്തനാണ്. കാരണം നിങ്ങളുടെ ഈ വൈറൽ വീഡിയോ കണ്ടു കഴിഞ്ഞ നിമിഷം മുതലല്ല, അതിനു മുന്നേ എനിക്ക് നിങ്ങളറിയാം. നിങ്ങൾ എത്ര തവണ നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുള്ള കാര്യം ഓർക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പല സിനിമ ശാലകളിലും നമ്മൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് പലപ്പോഴായിട്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായി. പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയം സംസാരിക്കാറുണ്ട്, സിനിമ സംസാരിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഞാൻ നമിച്ചിരിക്കുന്നു. കാരണം വേറെ ഒന്നല്ല, നിങ്ങൾ മമ്മൂക്കയ്ക്ക് കൊടുക്കുന്ന വലിയ സ്നേഹം, റെസ്പെക്റ്റ്, അത് സത്യസന്ധമാണ്. ഒരു ദിവസം നിങ്ങളെ കാണാൻ മമ്മൂക്ക വരും, ഉറപ്പാണ്. മമ്മൂക്കയുമായിട്ട് നിങ്ങൾ മുന്നേ സൗഹൃദം പങ്കിട്ടിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ടർബോയുടെ ഈ വിജയം, ആ വലിയ വിജയ ഭേരികൾക്കിടയിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കൂട്ടിമുട്ടുന്ന ഒരു സന്ദർഭം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പിന്നെ നിങ്ങളെ കഴിഞ്ഞ ദിവസം ടർബോ കണ്ട ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി. പക്ഷേ കൂടുതൽ സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. ഒരു സിനിമ നമ്മളെങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മുടെ മനോഭാവം കൊണ്ടാണ്. നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ അത് എത്രത്തോളം ഒരു പേപ്പറും പേനയൊക്കെ പിടിച്ചൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ 100% എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, രോമാഞ്ചം എത്രമാത്രം നമുക്കുണ്ടാക്കാൻ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സത്യസന്ധമായ കാര്യമാണ്. അതാണ് ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബങ്ങളും സ്ത്രീ പ്രേക്ഷകരും ഈ സിനിമയെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും ഞാൻ കണ്ടത്. പല തിയേറ്ററുകളിലും ഞാൻ കണ്ട കാര്യമാണത്. ഇപ്പോൾ ഇന്ന് വരെ തൃശ്ശൂർ ആഗത്തിലെ ഹൗസ്ഫുൾ ഷോ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ ചിത്രം ഇന്ന് വീണു പോകുമെന്ന് പലരും കരുതിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം അത് തച്ചുടയ്ക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലേക്ക് അയക്കുകയാണ്. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീഡിയോകളുടെ കൂട്ടത്തിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക. ഏതായാലും നിങ്ങളുടെ ചാനലിന് വലിയ വിജയാശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ അതേ കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്നത്. ഏതായാലും നല്ലൊരു സിനിമാ പ്രേമി കൂടിയായ ഒരു മമ്മൂക്ക ആരാധകനെ നല്ല അഭിപ്രായങ്ങൾ തന്നെയായിരിക്കും സിനിമയെക്കുറിച്ച് പറയാനുണ്ടാവുക. ഏതായാലും എനിക്ക് ഈ സിനിമ പൈസ വസൂലായിരുന്നു. ഇൻ്റർവെൽ ഒരു അത്യാവശ്യം രസിച്ചിരിക്കാൻ പറ്റിയൊരു സിനിമയും, ഇൻ്റർവെലിന് ശേഷം സീറ്റഡ് ലെവലിൽ അത്രത്തോളം ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന മമ്മൂക്കയെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. 72 വയസ്സ്, അത് വീണ്ടും വീണ്ടും പറഞ്ഞത് ക്ലീഷയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും പറയാതിരിക്കാൻ അറിയില്ല. 72 വയസ്സ് കഴിഞ്ഞ് 73 അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ, ഇങ്ങനെ ഒരാള് ലോക സിനിമയിൽ വേറെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് പറയാതിരിക്കാൻ തരമില്ല. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ. ഹായ് ദാസേട്ടാ, ഞാൻ വയനാട്ടിൽ നിന്നാണ്, ഷെഫീഖാണ്. പിന്നെ ഞാൻ മമ്മൂട്ടിൻ്റെ ടർബോ എന്ന മൂവീൻ്റെ അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. നിങ്ങളുടെ നമ്പർ കണ്ട് ഇതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സിനിമ ഇറങ്ങിയാൽ തന്നെ മാനന്തവാടി മാരുതി സിനിമാസിൽ നിന്ന് കണ്ടായിരുന്നു. ഇവിടെ 2 തിയേറ്ററിലാണ് കളിക്കുന്നത്, മാനന്തവാടി ജോസിലും അതുപോലെ മാരുതിയിലും. ഓക്കെ. പിന്നെ ഇപ്പോൾ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഉള്ള എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ദുബൈയിൽ ദേര സ്റ്റാർ ഗലേറിയ സിനിമാസിൽ 4 ദിവസത്തിന് ശേഷം ഇന്നാണ് അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. ഇന്ന് അവർ പോയി കാണും. പിന്നെ പടം ഇതുവരെ മമ്മൂട്ടി ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ആക്ഷൻ ഫിലിമാണ്.
പിന്നെ അതുപോലെ ഇവിടെ ജോസ് സിനിമാസിലൊന്നും ഇപ്പോൾ ഫ്രണ്ടിലെ ലൈനിൽ മാത്രമാണ് എന്നെ ഇതുവരെ എന്നെ സോൾഡ് ഔട്ട് ആകുന്നത്. അല്ലാതെ എല്ലാ ടിക്കറ്റും വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ പോകാൻ വേണ്ടി 3-4 ദിവസമായി ശ്രമിക്കുന്നു, പക്ഷേ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോൾ അവരും ഇതേപോലെ നാളത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫ്രണ്ട് ലൈനിൽ മാത്രമാണ് ഇപ്പോൾ ഗ്യാപ്പുള്ളൂ. അത് ഓൾമോസ്റ്റ് ഫില്ലാണ് എല്ലാ ഷോയും. അതിൽ രാവിലത്തെ ഷോയിൽ പിന്നെ ഇന്ന് കുറച്ച് ടിക്കറ്റ് കിട്ടാനുണ്ട്. പക്ഷേ ആ സമയത്ത് അവർ വർക്കിന് പോകുന്നതുകൊണ്ട് അവർക്ക്